വിൽപ്പനയിലുള്ള ഒൻപതാമത്തെ ഒരു കോമൺ ബിലീഫ് എന്ന് പറയുന്നത് ദ ഗോൾ ഓഫ് സെയിൽസ് ഈസ് ടു മേക്ക് സെയിൽസ് എന്നുള്ളതാണ്. അതായത് സെയിൽസിൻ്റെ ഗോള് എന്ന് പറയുന്നത് ഒരു സെയിൽസ് നടത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടേം ഗെയിൻസിലേക്ക് പോകും. അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് ഒരു സെയിൽസ് നടത്തുക, ഒരു പ്രോഡക്റ്റോ സർവീസോ നടത്തുക എന്ന് പറയുന്ന ആ ഷോർട്ട് ടേം ആവശ്യമാണെന്ന് വിചാരിച്ചാൽ നമ്മൾ പലപ്പോഴും അതിലേക്ക് മാത്രമായിട്ട് പോകും. ഷോർട്ട് ടേം ഗെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകാതിരിക്കുവാനായിട്ട് ഏൻഷ്യൻ ഗ്രീസിൽ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, യുഡോമോണിയ എന്ന് പറയും. എന്താണ് യുഡോമോണിയ എന്ന് പറയുന്നത്? ഹാപ്പിനെസ് എന്ന് പറയും. അതായത് യുഡോമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയും. അപ്പം നമ്മളുടെ കസ്റ്റമറുമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് പ്രോഡക്റ്റ് അല്ല, അവരുടെ ഹാപ്പിനെസ് ആണ്. നമ്മളുടെ ആ പറയുന്ന ട്രാൻസാക്ഷനിൽ, നമ്മുടെ ആ കോൺവെർസേഷനിൽ, നമ്മുടെ ആ എക്സ്ചേഞ്ചിൽ പ്രോഡക്റ്റിന് പകരമായിട്ട് നമ്മൾ ഹാപ്പിനെസ് എക്സ്ചേഞ്ച് ചെയ്യുക. ആ കസ്റ്റമറുമായിട്ട് നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ, ആ നമ്മളൊരു കസ്റ്റമർക്ക് വാല്യൂ കൊടുക്കുമ്പോൾ അവരിലുണ്ടാകുന്ന സന്തോഷം, അവർ നമുക്ക് തിരിച്ചു തരുന്ന സന്തോഷം, നമ്മുടെ കോൺവെർസേഷനിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, അതിലൊരു അലൈൻമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആ ഹാപ്പിനെസ് ആണ് യഥാർത്ഥത്തിൽ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം സെയിൽസ് എന്ന് പറയുന്ന പ്രക്രിയയിൽ, അല്ലെങ്കിൽ വിൽപ്പന എന്ന് പറയുന്ന പ്രക്രിയയുടെ അടിസ്ഥാനം, അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് പ്രോഡക്റ്റോ നമ്മുടെ സർവീസോ വിൽക്കുക, അല്ലെങ്കിൽ അത് കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റിന് അപ്പുറത്തോട്ട് അവർക്ക് സന്തോഷം കൊടുക്കുക. അതാണ് ആ ഏൻഷ്യൻ ഗ്രീസിലെ യുഡോമോണിയ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്രിയേറ്റ് ഹാപ്പിനെസ്, സന്തോഷം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സന്തോഷകരമായിട്ടുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് തീർച്ചയായിട്ടും കൂടുതൽ കസ്റ്റമേഴ്സ് വരും, കൂടുതൽ റെഫറൻസ് വരും, നെറ്റ്വർക്കുകൾ വരും. അപ്പം ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെയിൽസ്മാന് മാത്രമേ വളർച്ച ഉണ്ടാകത്തുള്ളൂ, ആ വ്യക്തിക്ക് മാത്രമേ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. ആ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്താണ്, ആ ബ്രാൻഡിൻ്റെ ഗ്രോത്താണ്. അപ്പം ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സെയിൽസ്മാനായി മാറുക. യുഡോമോണിയ എന്ന് പറയുന്ന ഏൻഷ്യൻ്റ് ഗ്രീസിലെ കോൺസെപ്റ്റ് അല്ല, ഹാപ്പിനെസ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക, നമ്മളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അവർ ലോകത്തിനത് ഷെയർ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു മികച്ച സെയിൽസ്മാനായി മാറുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ.